നമസ്കാരം സുഹൃത്തുക്കളെ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, NDPC RRBയുടെ NDPCയുടെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് RRB പുറത്തുവിടുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതായത് നോട്ടിഫിക്കേഷൻ വരും ആഴ്ചകളിൽ ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേക്കൻസി എത്രയുണ്ട് എന്ന് RRB കൃത്യമായിട്ട് പുറത്തറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. RRB വേക്കൻസീസ് ഔട്ട്, അതാണ് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വിവരം. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ വിവരങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടുന്നത് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം NDPCയിൽ രണ്ട് തരം കാറ്റഗറിയാണുള്ളത്. ഒന്ന് ഗ്രാജുവേറ്റ്സും ഒന്ന് നോൺ ഗ്രാജുവേറ്റ്സും അല്ലെങ്കിൽ UG അണ്ടർ ഗ്രാജുവേറ്റ്സുമായിട്ടുള്ള കാറ്റഗറിയാണ്. ഇതിൽ രണ്ടിലുമായിട്ട് മൊത്തം വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ 10,884 വേക്കൻസിയാണ്. ഓർത്തിരിക്കണം, 10,884 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഒന്ന് രണ്ടും അല്ല, 10,884. അപ്പം 10,884 വേക്കൻസികളാണ് ഈ ഒരു തസ്തികയിൽ വന്നിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. അതിൽ തന്നെ ഗ്രാജുവേഷൻ ഇല്ലാത്തവർക്ക് ആയിട്ട് വരുന്നത് 304 തസ്തികയാണ്. 304 തസ്തികയും ഗ്രാജുവേഷൻ ഉള്ളവർക്ക് 7,479 തസ്തികയും 7,479 തസ്തികയുമാണ് ഇതിൽ വരുന്നതെന്ന് ഓർക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് തയ്യാറെടുത്ത് തുടങ്ങാനുള്ള സമയമൊക്കെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അവസാന ലാപ്പിൻ്റെ ടൈം ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഇൻഫർമേഷൻ ആണ്. നേരത്തെ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളതെന്നും എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് NDPCയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതായത് റെയിൽവേയിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തസ്തികയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് ഇതിൻ്റെ അത് ക്രൈറ്റീരിയ എന്നുള്ളത്. എടുത്ത് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നോൺ ഡിഗ്രി കാറ്റഗറിയും ഇത് ഡിഗ്രി കാറ്റഗറിയുമാണ്. ഈ രണ്ട് കാറ്റഗറിയിലുമുള്ള തസ്തികകൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവുന്നു. അതിനെപ്പറ്റി ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ഇപ്പോൾ നിൽക്കുന്നില്ല, മറ്റൊരവസരത്തിൽ അത് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഈ പരീക്ഷ ഏത് പ്രായം വരെ ഉള്ളവർക്ക് എഴുതാം എന്നൊരു സംശയം ഉണ്ടായിരിക്കും. അതുകൂടി ദൂരീകരിക്കുകയാണ്. സാധാരണഗതിയിൽ വേക്കൻസിയുടെ ഏജാണ് ഞാൻ പറയുന്നത്. ഇതിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ളവർക്ക് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇനി ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ 18 മുതൽ 33 വയസ്സ് വരെയാണ് ഇതിന്റെ സാധാരണഗതിയിലുള്ള പ്രായപരിധി. ഇനിയും കോവിഡിന്റെ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കേന്ദ്ര സർക്കാർ ഈ 3 വർഷം എക്സംഷൻ വരാറുണ്ട്. +3 എന്ന് പറയുന്ന ഒരു എക്സംഷൻ പല തസ്തികളിലും കണ്ടിട്ടുണ്ട്. RRBക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. വന്നാൽ ഇതിന്റെയൊക്കെ പ്രായം 3 വർഷം കൂടി ഉയരുമെന്ന്, അപ്പർ ഏജ് ലിമിറ്റ് 3 വർഷം കൂടി ഉയരുമെന്നത് ഒരു സാധ്യതയാണ്. വെറും സാധ്യത മാത്രമാണ്. കൃത്യമായി അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്കത് അറിയുകയുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രായപരിധി ഉള്ളവര് തയ്യാറെടുക്കുക. ഒപ്പം തന്നെ ഈ തസ്തികയ്ക്ക് SC/ST കമ്മ്യൂണിറ്റിക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഓർത്തു വെക്കുക, 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ഈ ഒരു പ്രായപരിധിയിലുള്ളവരും ഈ ഒരു വിഭാഗത്തിലുള്ളവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ്. ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 എണ്ണമാണ്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ട്. അതിൽ ആദ്യത്തേത് CBT-1 എന്നതാണ്. രണ്ടാമത്തേത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ്. അതിൽ ഫസ്റ്റ് പാർട്ടിയുടെ സിലബസ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 2വിൽ എന്തൊക്കെയാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേപ്പറ്റി ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ കണ്ടന്റും ഈ പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. CBT-2വിൽ പൊതുവെ കണ്ടുവരുന്നത് മാത്സും റീസണിങ്ങും മാത്രവുമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സിലബസ് പ്രവർത്തിക്കുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിനുള്ള സമയമായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വന്ന ഉടൻ തന്നെ ഒരു വീഡിയോ മറ്റൊന്ന് ചെയ്യുന്നതായിരിക്കും. മുഴുവൻ വിവരങ്ങളും അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കൊരു അലർട്ട് മെസ്സേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ തയ്യാറെടുത്ത് തുടങ്ങുക. നിങ്ങൾക്ക് എല്ലാ ഫ്യൂച്ചേഴ്സും ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ബിഗ് ലേണിംഗിന്റെ RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന
തസ്തിക ഓൾറെഡി RRB നോട്ടിഫിക്കേഷൻ വന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ ബിഗ് ലേണിംഗിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ കൃത്യമതയോടെയുള്ള ക്ലാസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല തസ്തികകളിലും നമ്മൾ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജെയിലും ഞങ്ങൾ വലിയ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു വലിയ കരിയർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിരുദം, ഈ പറയുന്ന യോഗ്യതകളുള്ളവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക, ഞങ്ങളുടെ കോഴ്സിൽ പങ്കെടുക്കുക, നിങ്ങളൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.